ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 78 റിവ്യൂ. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ലക്ഷ്മി എവിക്റ്റായിരിക്കുന്നു. ലക്ഷ്മിക്ക് മുമ്പ് എവിക്റ്റ് ആകേണ്ടവരാണ് നൂറയും സാബുമാനുമൊക്കെ. ഇന്നത്തെ എപ്പിസോഡിൽ ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്ത് മോഹൻലാൽ. ജയിലിന് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്നും ബോർഡ് നൽകി ബിഗ് ബോസ്. സാബുമാന്റെ ക്യാപ്റ്റൻസിയെ പറ്റി മോഹൻലാൽ എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്നാൽ അനീഷ് മാത്രം ക്യാപ്റ്റൻസി മോശമായിരുന്നു എന്ന് പറഞ്ഞു. അനീഷായിരുന്നു ഏറ്റവും നല്ല ക്യാപ്റ്റൻ എന്ന് മോഹൻലാൽ. അക്ബറും ആര്യനും ക്യാപ്റ്റനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് അനീഷ്. വൈകുന്നേരം നടത്താനിരുന്ന മീറ്റിംഗ് ഒറ്റ ദിവസം നടത്താനേ സാധിച്ചുള്ളൂ, കാരണം അനീഷ് കുഴമാക്കിയെന്ന് സാബുമാൻ. അനീഷ് ഇപ്രാവശ്യം ജയിലിൽ പോയതിനെ പറ്റി മോഹൻലാൽ ചോദിച്ചു. താൻ പോകാൻ അർഹനല്ലായിരുന്നു എന്ന് അനീഷ്. എന്തു കാരണത്താലാണ് എല്ലാവരും തന്നെ ജയിലിൽ അയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അനീഷ് മോഹൻലാലിനോട്. താൻ ബിഗ് ബോസിനോടും അത് തന്നെ ചോദിച്ചുവെന്ന് അനീഷ്. എല്ലാവരോടും ജയിലിന്റെ അടുത്തേക്ക് ചെല്ലാൻ മോഹൻലാൽ. അവിടെ ചെന്നപ്പോൾ ഒരു ടാഗ് അനീഷിനെ കൊണ്ട് അഴിപ്പിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം. എല്ലാവരും കൈയടിച്ചു. അനീഷിന് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. അനീഷിന്റെ വിഷമം മനസ്സിലാക്കിയ മോഹൻലാൽ ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതിയെന്ന് മോഹൻലാൽ ആദിലയോട് പ്രാങ്കിനെപ്പറ്റി ചോദിച്ചു. ഇത് തനിക്ക് ഇഷ്ടമായില്ല എന്നും എല്ലാവരും തനിക്കെതിരെ സംസാരിച്ചുവെന്നും ആദില. താൻ ഞെട്ടിപ്പോയി എന്നും വല്ലാത്തൊരവസ്ഥയിലായി പോയി എന്നും നൂറ. അനുമോളുടെ പാവ ടാസ്കിനെ പറ്റിയും നന്മമരം കളിക്കുന്നതിനെ പറ്റിയൊക്കെ മോഹൻലാൽ ചോദിച്ചു. തനിക്കെതിരെ ആവശ്യമില്ലാത്ത വർത്തമാനമാണ് അനുമോൾ പറഞ്ഞതെന്ന് അക്ബർ. അനുമോളാകെ കിളി പോയിരിക്കുകയാണ്. ചില സമയത്തൊരു പുച്ഛഭാവവും. രാവിലെ അനുമോൾ നല്ല സ്ട്രിക്റ്റ് കാണിക്കുകയും വൈകുന്നേരം കടലമാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതിനെ പറ്റിയും ചോദിച്ചു മോഹൻലാൽ. പാല് മോരായതിനെ പറ്റിയും ചോദിച്ചു. പറ്റി തനിക്ക് അറിയില്ലെന്ന് അനുമോൾ. പാല് കേടായാൽ മോരാകുമെന്നാണ് താൻ ഓർത്തതെന്ന് അനുമോൾ. എന്തിനാണ് അനീഷിനൊക്കെ കുടിക്കാൻ കൊടുത്തതെന്ന് മോഹൻലാൽ ചോദിച്ചു. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആരംഭിച്ചു. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റായി. ഇൻഡിവിജ്വലായി കളിക്കണമെന്ന് മോഹൻലാൽ അവരെ ഓർമ്മിപ്പിച്ചു. ഒരു ചെറിയ ബോൾ ബാലൻസ് ചെയ്ത് ഒരു പാലത്തെ കൂടി അപ്പുറത്തെ പാത്രത്തിൽ നിക്ഷേപിക്കുകയാണ് ടാസ്ക്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ടാസ്ക് പൂർത്തീകരിക്കുന്ന ആളാണ് ജയിക്കുക. അങ്ങനെ ജയിച്ചത് നെവിനായിരുന്നു. നെവിന് 1 പോയിന്റ്. രണ്ടാമത് ആദിലയായിരുന്നു. അവരും നന്നായി ചെയ്തു. നൂറയും വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. അനുമോൾക്കും വലിയ പ്രശ്നം ഉണ്ടായി തോന്നില്ല. അക്ബറിൽ നിന്നും ബാലൻസ് ചെയ്യാൻ സാധിച്ചില്ല. സാബുമാനും ഒട്ടും ചെയ്യാൻ പറ്റിയില്ല. അനീഷും കറക്റ്റായിട്ടല്ല ചെയ്തത്. ഷാനവാസ് അത്യാവശ്യം ഒപ്പിച്ചു. ആരിനും പെർഫെക്റ്റ് ആക്കാൻ സാധിച്ചില്ല. തന്റെ പ്രൊഫഷനാണ് താൻ ഇതിന് സഹായിച്ചതെന്ന് നെവിൻ മോഹൻലാലിനോട്. നെവിൻ എവിക്റ്റായി പോയാൽ ഈ പോയിന്റ് ആർക്ക് കൊടുക്കുമെന്ന് മോഹൻലാൽ. ഗെയിമായിട്ട് മാത്രം എടുക്കുന്ന അക്ബറിന് താൻ ഇത് കൊടുക്കുമെന്ന് നെവിൻ. ആർക്കും കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്. നെവിന്റെ ഈ നല്ല മനസ്സിന് നെവിനെ സേവ് ചെയ്യുന്നുവെന്ന് മോഹൻലാൽ. ആര്യനോട് മോഹൻലാൽ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആര്യനും സേവായി. ഷാനവാസം വിഷമിക്കേണ്ട, ഇരുന്നോളാൻ മോഹൻലാൽ. പോയാൽ സങ്കടമാകുമെന്ന് പറഞ്ഞ നൂറയോട് അധികം സങ്കടപ്പെടേണ്ട, കഴിഞ്ഞ ദിവസം സങ്കടപ്പെട്ടതല്ലേ, ഇരുന്നോളാൻ മോഹൻലാൽ. നെവിൻ 10 സെക്കൻഡിന് കൊണ്ടാണ് ടിക്കറ്റ് ടു ഫിനാലെ പൂർത്തീകരിച്ചത്. ജയിലിനുള്ളിൽ വെച്ച് എഴുതിയ ബോർഡിൽ നോക്കി അനീഷ് പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് എപ്പോഴും ഞാൻ തന്നെയാണ് ജയിലിൽ പോകേണ്ടത് എന്ന് ചോദിച്ച് വിഷമിച്ചിരിക്കുന്ന അനീഷ്. 5-ൽ ഒരു 2 തവണയൊക്കെ ആയിരിക്കും അനീഷ് ശരിക്കും അർഹിച്ചിട്ടുള്ളത്. ഡിവിഷനിൽ ബാക്കി വന്ന അക്ബറിനോടും ലക്ഷ്മിയോടും ഗാർഡൻ ഏരിയയിൽ വരാൻ മോഹൻലാൽ. അവിടെ എല്ലാവരുടെയും ഒപ്പം എത്തിച്ചേർന്ന ലക്ഷ്മിക്കും അക്ബറിനും കയറിപ്പോൻ മാരുതി സുസുക്കിയുടെ പുതിയ മോഡൽ കാറുകൾ വന്നു. 2 കാർ വിക്ടോറീസ്. രണ്ടുപേരും നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. അക്ബറിന് ചെറിയൊരു ടെൻഷനുണ്ടോ എന്ന് തോന്നുന്നു. 2 പേരോടും ബ്ലൈൻഡ് ഫോൾഡിട്ട് അതിൽ കയറിയിരിക്കാൻ ബിഗ് ബോസ്. യാത്ര ചോദിച്ച് കാറിൽ കയറിയിരിക്കുന്നു അക്ബറും ലക്ഷ്മിയും. 2 വണ്ടിയും പുറത്തേക്ക് പോയപ്പോൾ ആര്യൻ പറയുന്നുണ്ടായിരുന്നു, അക്ബർ ഉറപ്പായിട്ടും തിരിച്ചു വരും, പേടിക്കേണ്ട. ലക്ഷ്മിയുടെ എന്താ നിങ്ങൾ യാത്ര ചോദിക്കാത്ത, എന്താണ് സങ്കടമില്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നു ആര്യൻ. പുറത്തേക്ക് പോയ കാറിൽ 2 കാറുകൾ തിരിച്ചു വന്നപ്പോൾ അതിൽ അക്ബർ ഉണ്ടായിരുന്നു. ലക്ഷ്മി എവിക്റ്റായിരിക്കുന്നു. ലക്ഷ്മി മോഹൻലാലിന്റെ അടുത്തേക്ക് ചെന്നു. തനിക്ക് അവിടെ ആരോടും പ്രത്യേകമായിട്ട് ഒരു അടുപ്പം താൻ പുലർത്തിയിരുന്നില്ലെന്ന് ലക്ഷ്മി. കാരണം ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ അതുകൊണ്ടാണ് തനിക്ക് സാധിച്ചതെന്ന്. ആര് കപ്പ് നേടുമെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ വന്നപ്പോഴും ഇപ്പോഴും തന്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് നെവിനാണെന്നും നെവിൻ കപ്പ് നേടണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ലക്ഷ്മി. മോഹൻലാൽ ഹൗസിനുള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെയുള്ള എല്ലാവരോടും യാത്ര ചോദിച്ച് ലക്ഷ്മി പോകുന്നു. മോഹൻലാൽ പോയി കഴിഞ്ഞപ്പോൾ അക്ബർ ആര്യനോട് താൻ പോകില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും ലക്ഷ്മിയേക്കാൾ താൻ ഗെയിം കളിച്ചിരുന്നുവെന്നും അക്ബർ. ലക്ഷ്മി പോയപ്പോൾ ഇനി ബാക്കിയുള്ളത് 9 പേർ. ആരൊക്കെയായിരിക്കും അടുത്ത നാളുകളിൽ പോകുന്നത്? ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ആരായിരിക്കും ഒന്നാമതെത്തുക? നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കുമോ ഒന്നാമതെത്തുക? വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുമോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ആരായിരിക്കും കപ്പ് ഉയർത്തുക? അനീഷോ, അനുമോളോ, ഷാനവാസോ, അതോ നൂറ, ആദിലയോ? അക്ബറും ആര്യനും 5-ൽ കടക്കുമോ? നെവിൻ പുറത്താകുമോ? വോട്ടിംഗ് കുറവുള്ള ആൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വിജയിക്കുമോ? ഇനിയുള്ള 24 ദിവസങ്ങളിൽ എന്തായിരിക്കും മാറ്റമുണ്ടാവുക? മുന്നിലുള്ളവർ പുറകിലാകുമോ? പുറകിലുള്ളവർ മുന്നിലാകുമോ? കാത്തിരുന്ന് കാണാം. ആരെങ്കിലും ഗെയിം മാറ്റിപ്പിടിക്കുമോ? അടുക്കള വഴക്കുകൾ കുറയുമോ?
പണപ്പെട്ടി ടാസ്കിൽ ആരാണ് പണപ്പെട്ടി എടുക്കുക? ആദിലയോ, നൂറയോ, അതോ മറ്റാരെങ്കിലുമോ? കാത്തിരുന്ന് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ.